നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് ഇതിൽ. ആദ്യം ഒരു തേങ്ങ പൊട്ടിച്ച് ചെറുകിയെടുത്ത് വെക്കാം. പിന്നെ അരി തലേദിവസം തന്നെ കുതിരാൻ വെക്കണം. അപ്പോൾ ഞാൻ പച്ചരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 2.5 കപ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. പച്ചരി അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പുഴുങ്ങലരി മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. പകുതി പച്ചരി പകുതി പുഴുങ്ങലരി എടുക്കാം. റേഷൻ പുഴുങ്ങലരി അല്ലെങ്കിൽ കുത്തരിയൊക്കെ എടുക്കാം. പുഴുങ്ങലരി ആകുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പച്ചരി മാത്രമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പുഴുങ്ങലരി ഇടുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു മിക്സീൻ്റെ ജാറിൽ പകുതി പച്ചരി എടുക്കുക, എന്നിട്ട് ഒരു പിടി തേങ്ങ ഇടുക. അതാണ് അതിൻ്റെ ഒരു അളവ്. അപ്പം തേങ്ങ കൂടി ഇടുന്നത് ഒരു ടേസ്റ്റിനും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ അരി അധികം അരയാത്ത രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് നുറുങ്ങി കിട്ടാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകരുത്. നമ്മൾ നീർദോശയ്ക്കൊക്കെ അരയ്ക്കുമല്ലോ, അതുപോലെ ഒന്നും അരയ്ക്കരുത്. ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ പുഴുങ്ങലരി ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അരയ്ക്കേണ്ടി വരും, അപ്പോഴേ അരയുള്ളൂ. ഇത് പെട്ടെന്ന് അരഞ്ഞു കേട്ടോ പച്ചരി ആകുമ്പോൾ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. നല്ല ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുപ്പത്ത് വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഉപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് പാത്രത്തിന് പിടിക്കും. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഇളക്കുമ്പോഴേക്കും നല്ല കട്ടിയായി വരും. അത് നമ്മൾ എടുത്തിരിക്കുന്ന അളവിനനുസരിച്ചിരിക്കും. ഇത് കട്ടിയാവുന്ന അത്രയും, അതായത് വെള്ളം നന്നായി വറ്റി നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകം ആവുന്നത് വരെ നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ കാച്ചിയെടുക്കുന്ന സമയത്ത് അരി പകുതി മാത്രമേ വേവുള്ളൂ. പിന്നെ നമ്മളിത് വീണ്ടും ആവിയിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് കട്ടിയായി വന്ന് ഈ ഒരു പാകമാവുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കണം. അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കാം. ഈ മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ വല്ലാതെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഏത് സൈസിൽ വേണോ, ഈ ഒരു സൈസിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും കേരളത്തിൽ വടക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് റെസിപ്പിയാണെന്ന് തോന്നുന്നു. ഉണ്ടാന്നാണ് അവിടെയൊക്കെ ഇതിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഏത് സൈസിൽ വേണോ, ചെറുതായിട്ട് വേണമെങ്കിൽ ആ ഒരു സൈസിൽ ഇതുപോലെ ഉരുട്ടി ആവിയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഇതൊരു 20-25 മിനിറ്റൊക്കെ ഇനി ആവിയിൽ വെച്ച് ആ പച്ചരിയുടെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കണം. പുഴുങ്ങലരി ആണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, പിന്നെ അതിൻ്റെ കൂടെ ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ചട്നിയാണ്. ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അതല്ലാതെ സാമ്പാറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ കൂടെ സാമ്പാറും തൈരും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ചട്നിയൊക്കെ റെഡി ആയപ്പോഴേക്ക് നമ്മുടെ ഉണ്ടയും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചട്നി ഒഴിച്ച് ഇത്തിരി കണ്ണിമാങ്ങാച്ചാറ്, നല്ല കോമ്പിനേഷനാണ്. ചട്നിയും കണ്ണിമാങ്ങാച്ചാറും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇനി വേണ്ടവർക്ക് തൈരും കൂടെ മിക്സ് ചെയ്യാം. എനിക്ക് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ തൈര് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് തൈരും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്